നമുക്ക് എല്ലാ ദിവസം പോലെ തന്നെ ഏതൊരു നല്ല കാര്യം സ്റ്റാർട്ട് ചെയ്യണ മുമ്പും നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനെ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. പ്ലീസ്. താങ്ക് യു ആൾ. അപ്പൊ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ ഈ സെമിനാറിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഞാൻ ഹാർദവമായി വെൽക്കം ചെയ്യാണ്. ഒരുപാട് സന്തോഷം. കൃത്യസമയത്ത് തന്നെ എല്ലാ ദിവസങ്ങളും അല്ലെ വളരെ മനോഹരമായിട്ട് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നിങ്ങളുടെ ജോലികളൊക്കെ നേരത്തെ ചെയ്ത് അല്ലെ ഭക്ഷണങ്ങളൊക്കെ എല്ലാം കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണം. ഇനി 9 മണിക്ക് ശേഷം വിശപ്പുണ്ടെങ്കിൽ കഴിക്കരുത്, വെള്ളം മാത്രം കുടിച്ചിട്ട് കിടക്കുക. നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ റെഡിയാണെങ്കിൽ, നമ്മുടെ ആരോഗ്യത്തിനെ നമ്മൾ മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഈ 8 മണിക്ക് ശേഷം തന്നെ പാടാണ്. 9 മണിയായി അല്ലെ, ഇനി ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോ അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതശൈലി എന്നുള്ള പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങൾ എല്ലാവരും പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പ്രധാനമായിട്ടുള്ള ഒരു ഓർഗൻസിനുള്ള പ്രശ്നത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. അപ്പോ ഒരുപാട് പുതിയ മുഖങ്ങളുണ്ട്. എന്നെ ഒന്ന് ഞാൻ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ദീനദയാളൻ. ശരിക്കും എൻ്റെ സ്വദേശം തമിഴ്നാട് ദിണ്ടിക്കലാണ്. പക്ഷെ ഞാൻ വൈക്കത്താണ് സെറ്റിൽഡ്. ഫാമിലി ആയിട്ട് വൈഫ്, ഒരു കുട്ടി അവൈലബിൾ ആണ്, 4ാം ക്ലാസ്. അപ്പോ ഈ ഒരു സന്തോഷമായിട്ടുള്ള ഈ ഒരു യാത്രയിൽ ഈ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ഒപ്പം ഒരു 3 years ആയിട്ടാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഒരുപാട് വ്യക്തികൾക്ക് അല്ലെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഇരുന്നും അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് വാർത്തകളിലൊക്കെ എപ്പോഴാണ് നമ്മൾ കാണുന്നത്, ഒരുപാട് ഗുളികകൾ യൂസ് ചെയ്യാൻ പാടില്ല, ഇന്നുപോലും കുറേ ഗുളികകൾ അവൈലബിൾ, ഇത്രയും നാൾ യൂസ് ചെയ്തതിന് ശേഷമാണ് പറയണത് ഇത് നിങ്ങൾ ഇനി യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പോലെ ഒരുപാട് വ്യക്തികൾ ഗുളിക ഒഴിവാക്കണം, ഒരു വീട്ടിലിരുന്ന് ഒരു ഗുളികയെങ്കിലും ഒഴിവാക്കിയാൽ നമ്മുടെ വീട് ഗുളികയില്ലാതെ ഒരു വീടായിട്ട് മാറ്റാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ള ആ ഒരു ആശയത്തിനെ മുൻവെച്ചുകൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസവും ഈ ഫ്രീ സെമിനാറും അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യണത്. അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആയുർ DG മിക്സ് എന്നുള്ള പ്രൊഡക്റ്റ്. ഈ ഓർഗൻസ്, അതായത് ഈ ഓർഗൻസ് ഫോക്കസ് ചെയ്ത് കാര്യം നമ്മുടെ ശരീരത്തിലുള്ള തൈറോയിഡ് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോ താങ്ക് യു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ തമ്പും കാര്യങ്ങളും ഇതൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെ, വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാനും കണ്ടുകൊണ്ട് ഒരു ലൈവ് പ്രോഗ്രാമിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫീലിങ്സ് ആണ്. അപ്പോ ഈ ഓർഗൻസ് എന്ന് പറയണ ഈ തൈറോയിഡ് ഓർഗൻസ് എന്ന് പറയണത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കഴുത്തിന്റെ താളത്ത് ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു സംഭവമാണ്. ഈ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് നന്നായിട്ട് പാറി പറക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് നമ്മൾ പിടിച്ചാൽ അത് അതിന്റെ ചിറകുകൾ വരെ പൊടിഞ്ഞു പോകും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി. അപ്പോ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ എങ്ങനെയാണോ പാറി പറന്നു പോകുന്നത് പോലെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലും ഈ തൈറോയിഡിന്റെ ആവശ്യം നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോ ഈ തൈറോയിഡിന്റെ പ്രശ്നം നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതായത് നമ്മുടെ ശരീരത്തില് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലിരിക്കുന്ന ഊർജങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ പറ്റിയ ഒരു ഹെൽപ്പ് ചെയ്യണത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദഹനം നടക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഒരു ഓർഗൻസ് ഡെവലപ്പ് ചെയ്യണതിനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ
മെറ്റബോളിസത്തിന്റെ ലെവൽ കറക്റ്റ് ചെയ്ത് പോകണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ നമുക്ക് എവിടെയാണ് നമ്മുടെ ബോഡി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ അറിയപ്പെടണം. എന്താണ്? ഹൈപ്പർ തൈറോയിഡ് എന്നും രണ്ട് രീതിയിലാണ് നമ്മൾ അറിയപ്പെടണം. പക്ഷെ ഈ ഹൈപ്പോ തൈറോയിഡും ഹൈപ്പർ തൈറോയിഡും അല്ലാതെ ഹൈപ്പോ ഡിസീസിന് ഇപ്പൊ ഒരുപാട് തൈറോയിഡ് ഡിസീസ് ഇങ്ങനെ ഇപ്പൊ പുതിയ ഡിസീസിന് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ മരുന്ന് കഴിക്കണവർ ആരെങ്കിലും ഇപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കാം, ഇല്ല നിങ്ങളുടെ പരിചയത്തിൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഇരിക്കാം. അപ്പൊ നിങ്ങൾ അവരോടൊക്കെ ചോദിക്കുവാണെങ്കിൽ തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും അല്ലേനെ പറയാൻ പറ്റും. തൈറോയിഡ് ഉള്ളവരുടെ പ്രശ്നങ്ങൾ എന്തായിരിക്കും? അവരുടെ മുടി പൊളിച്ച് നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ്? ഒന്ന് നന്നായിട്ട് തടി കൂടും, അപ്പൊ നമ്മൾ പേടിച്ച് എന്താ സംഭവം എന്നുള്ളത് കൊളസ്ട്രോൾ നോക്കും, പിന്നെ നമ്മൾ നോക്കണത് തൈറോയിഡ് നോക്കും. അതുപോലെ തന്നെ വണ്ണം ഒട്ടും നമ്മുടെ ശരീരത്തിൽ ഇല്ല, താഴ്ന്നു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെയായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ. പിന്നെ മുടി പൊളിച്ചൽ ഒരുപാട് ഉണ്ടാകണം, അതുപോലെ ശരീരം ഭയങ്കരമായിട്ട് ചൂടുണ്ടാകണതും പീരീഡ്സ് റെഗുലർ ആയിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഇപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് തൈറോയിഡിൻ്റെത്. പക്ഷേ ഈ തൈറോയിഡ് നമ്മൾ ടെസ്റ്റ് ചെയ്തു, T4 T3 ഇതൊക്കെ നമ്മൾ നോക്കി, TSSന്റെ ലെവലൊക്കെ നോക്കി നമ്മൾ നോക്കിയിട്ട് ഗുളിക എടുക്കുകയാണ്. ഈ ഗുളിക എടുത്തിട്ട് ആൾക്കാരെ സംബന്ധിച്ച് അത് കുറയുന്നുണ്ടോ, നിങ്ങൾക്ക് മുടി പൊളിച്ചൽ നിന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല, നിന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഉറക്കം ഇപ്പൊ നോർമൽ ആണോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടാവില്ല. അവർക്കിപ്പോ കാലിന്റെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതും അതുപോലെ തന്നെ മുന്നോട്ട് പോകും. ശരീരത്തിൽ നടക്കുന്ന ഒരു മാറ്റങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? തൈറോയിഡ് THS ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ ആണ്, നേരത്തെക്കാട്ടിലും ഗുളിക കഴിക്കുന്നത് കൊണ്ട് നോർമൽ ആണ്. ഇത് നമ്മൾ ഒരു സാധാരണ നമ്മളെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു രീതിയിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടില് അമ്മയാണ് അടുക്കളയിലെ കാര്യങ്ങളെ നോക്കണം, അല്ലെ? ഇപ്പൊ നമ്മളൊരു സ്ത്രീയാണ്, നമ്മളാണ് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ അമ്മയാണ് നോക്കണം. അമ്മ അടുക്കളയിലെ ഈ പാചകങ്ങളും കാര്യങ്ങളൊക്കെ നോക്കണതാണ്. അമ്മയ്ക്ക് അസുഖമാണ്, അമ്മ കട്ടിൽ കിടപ്പാണ്, നമ്മുടെ വീട്ടിൽ ഭക്ഷണം എന്താ ഇല്ല. അപ്പൊ നമ്മൾ സാധാരണമായിട്ട് എന്താ ചെയ്യും? ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മൾ കുഴപ്പമില്ല, അമ്മ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹോട്ടലിൽ ഓർഡർ കൊടുക്കും. ഹോട്ടലിൽ ഓർഡർ കൊടുക്കണ എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഓർഡർ കൊടുക്കും. ഈ ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ കൊടുക്കുമ്പോൾ ആ സാധനം നമ്മുടെ വീട്ടിലേക്ക് വരും, നമ്മൾ ഫുഡ് മേടിക്കും, നമ്മൾ ഫുഡ് കഴിക്കും, അല്ലെ? ഇത് 1 or 2 ദിവസങ്ങൾ ഒക്കെ നമ്മൾ ഓക്കെയാണ്. അപ്പൊ പുറത്തിരുന്ന ഒരാൾ ഒന്ന് ചോദിക്കുക, നിങ്ങൾക്ക് ഫുഡ് കിട്ടിയോ? ആ ഫുഡ് കിട്ടി, ഓക്കെ ആണ് എന്ന് പറയും. പക്ഷേ ഇത് 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം, 4ാമത്തെ ദിവസം പോകുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മുടെ വിശപ്പൊക്കെ മാറിയിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ വീട്ടില് തുണി അലക്കിയിട്ടുണ്ടാവില്ല, അല്ലെ? നമ്മളിപ്പോ പാത്രങ്ങളൊക്കെ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴുകിയിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല, നമ്മൾ ബെഡ്ഷീറ്റ് തലവണ ഇതൊക്കെ ഒന്നും മാറ്റി ഉണ്ടാവില്ല. അപ്പോ ഈ തൈറോയിഡ് പ്രശ്നമുള്ളവർ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ഹോട്ടലിൽ ഇരുന്ന് പാർസൽ മേടിച്ച് കഴിക്കുന്ന പോലെ തന്നെ THSന്റെ അവൾ നോർമൽ ആയെന്ന് ചോദിച്ചാൽ നോർമലായി. പക്ഷേ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളിലേക്കും എന്ത് പ്രശ്നം ഉണ്ടാകും? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പോ ഇത് നമ്മൾ നോക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ആണെന്ന് വെച്ചാൽ നോർമൽ ആണ്. ഈ പ്രശ്നം മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഒരിക്കലും മാറില്ല. അപ്പോ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ നമ്മൾ മെഡിസിൻ മേടിച്ച് യൂസ് ചെയ്യണത് കൊണ്ടോ നമുക്കിത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ലൈഫ് ലോങ് ആയിട്ട് തന്നെ അവർ ശരീരം അനുസരിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് പോണ ഒരു പ്രശ്നത്തിലാണ് നമ്മുടെ ഗ്രന്ഥികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതേ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ആണ് ആയുർ DG മിക്സ് എന്നുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പറയുന്ന മുമ്പ് ഇതിനുള്ള ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതായത് നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിലെ 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഹെർബൽ 100% ഹെർബൽ ആണ്. അതുപോലെ കെമിക്കൽ ഇതിനകത്ത് 0 ആണ്. ആർട്ടിക്കൽ ഫ്ലേവർ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. റിസൾട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു പാർസൽ മേടിച്ച് വീട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ബുദ്ധിമുട്ടാകണത് അതേപോലെ തന്നെയാ. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ നമ്മുടെ ആയുർ DG മിക്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ എല്ലാ മാറ്റങ്ങളും നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കണം. തൈറോയിഡ് ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണോ നമ്മുടെ ബോഡിയിൽ
പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങളുടെ എല്ലാം സൊല്യൂഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന്. അപ്പൊ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഡോക്ടർ സജീവ് കുമാർ സാറാണ് ഫുഡ് ആൻഡ് മെഡിസിൻ, നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ഔഷധം എന്ന് പ്രൂഫ് ചെയ്തുകൊണ്ട് അതിന്റെ റിസർച്ചിലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോ ഈ പ്രൊഡക്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമുക്ക് എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ പറയണത് നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റിലല്ല. ഇത് ന്യൂട്രാസൂട്ടിക്കൽ, ഇത് നമ്മൾ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ അതിനായിട്ടുള്ള വാല്യൂ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ISO സർട്ടിഫിക്കറ്റ് ഇതിന് അവൈലബിൾ ആണ്. അതുപോലെ GMP സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ്. ഇവിടെ ന്യൂട്രാസൂട്ടിക്കൽ, നമ്മൾ ഓക്സി ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ പോലെയല്ല. ഇത് ഫാർമസ്യൂട്ടിക്കൽ നമുക്ക് കെമിക്കൽ ആണെങ്കിൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ്. അതാണ് ന്യൂട്രാസൂട്ടിക്കൽ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് അടക്കം. ഇതിനകത്ത് നിങ്ങൾ ക്ലിയർ ആയി നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓക്സിജനോ ഇന്റർനാഷണൽ സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും കേന്ദ്ര ഗവൺമെന്റിന്റെ സൈറ്റിൽ ഓൾറെഡി ഫുഡ് ആൻഡ് സർട്ടിഫിക്കറ്റിൽ നമുക്ക് എല്ലാ സൈറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അതിന്റെ ലിങ്ക് കയറിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈസൻസ് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള, അത്രയും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഈ ആയുർ TG മിക്സ് എന്നുള്ള ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും അതിനകത്ത് എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും അകത്ത് എന്താണ് ഇരിക്കുന്നത്, നമ്മൾ അകത്ത് കഴിക്കുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് പുറമേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്രീമുകളും കാര്യങ്ങളും സോപ്പൊക്കെ നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അകത്ത് നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകും, ഇതിന്റെ അകത്ത് എന്ത് സംഭവമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ സാധാരണ ആയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ. അതുകൊണ്ടാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ അമ്മ ഓക്കെ ആണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാം ഓക്കെയാണ്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന ഓരോരോ പ്രൊഡക്റ്റും നമ്മുടെ വീട്ടിൽ ഒരു അമ്മയുടെ പവർ ഉള്ള ഒരു പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഇവിടെ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെയാണ് മുതിര, അതുപോലെ തന്നെ കറുവപ്പട്ട, ഗാർലിക്, കരിഞ്ജീരകം, അതുപോലെ തന്നെ ക്രാമ്പ്, പരുത്തിക്കുരു, ഉലുവ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിനകത്ത്. വെച്ചാൽ ഇതൊക്കെ നമ്മൾ കേട്ട പ്രൊഡക്റ്റുകളാണ്, ഇത് കണ്ടിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെ ഉള്ള എക്സ്ട്രാ സത്ത് എടുത്തിട്ട് അതിനെ നമുക്ക് ഒരു ഫുഡ് പൊടിയായിട്ടാണ്, ഒരു പൗഡർ രൂപത്തിലാണ് നമുക്കിവിടെ ഈ പ്രൊഡക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യണത്, ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾ ഏത് മെഡിസിൻ യൂസ് ചെയ്യുന്നവരാണെങ്കിലും, അതായത് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുള്ള നിങ്ങൾക്ക് ഏത് മെഡിസിൻ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിലും മസ്റ്റായിട്ട് എന്താണ് അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്ക് ഇതും അതും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുക്കുന്നത് ഫുഡാണ്, അതുകൊണ്ട് അത് ഇതുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകില്ല. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി, അതായത് 2 കാറ്റഗറിയിലുള്ളവർക്കും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഹൈപ്പോ തൈറോയിഡ് ഉള്ളവർക്കും ഹൈപ്പർ തൈറോയിഡ് ഉള്ളവർക്കും ഏത് കാറ്റഗറിയിലുള്ളവർക്കും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആയുർ TG മിക്സിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ തൈറോയിഡ് ഹോർമോൺസിന്റെ ലെവൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോർമോൺസിന്റെ നമ്മുടെ ഡെവലപ്മെന്റ്സും എന്താണ് ഇവിടെ പ്രശ്നം നമ്മളെ തൈറോയിഡ് ഗ്രന്ഥി കൊണ്ട് നമ്മുടെ ബോഡി അനുഭവിക്കണതോ ആ ബുദ്ധിമുട്ടുകളില്ല. ഇപ്പോ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ഈ ആർത്തവ സമയത്തുള്ള പ്രശ്നങ്ങൾ, അവർക്ക് ഈ പീരീഡ്സ് റെഗുലർ ആവില്ല ഈ തൈറോയിഡിന്റെ പ്രശ്നമുണ്ടെങ്കിൽ. അതുപോലെ കുറെ പേർക്ക് ജോയിന്റ് പെയിൻസ്, അത്ലറ്റിക്സ് പോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഷുഗർ ലെവൽ ഭയങ്കര ഹൈ ആയിട്ട് നമ്മൾ എത്ര ഗുളിക കഴിച്ചിട്ടും നിങ്ങൾ ഷുഗർ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ എത്ര കൃത്യമായിട്ട് വറുത്ത സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ടും കൊളസ്ട്രോൾ ലെവൽ നിങ്ങൾക്ക് കുറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഒരു രോഗം എത്ര ഗുളിക കഴിച്ചിട്ടും നിങ്ങൾ എത്ര കറക്റ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ടും നിങ്ങൾക്ക് മാറണില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ തൈറോയിഡ് ആണ് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. തൈറോയിഡ് നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് ഈ ശരീരത്തിലെ ഏറ്റവും മറ്റുള്ള ഹോർമോൺസിനെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്ന് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയും നമ്മുടെ വയറാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇരുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിനകത്ത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്.
അപ്പോ ഈ രണ്ടും കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഗർഭിണി അതായത് നമ്മൾ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ വന്ന് നമുക്ക് ഈ പൗഡർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു നേരം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മുള കൊടുക്കുന്ന അമ്മമാരെ സംബന്ധിച്ച് 2 നേരമാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. വെച്ചാൽ കുട്ടികൾക്ക് ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ. വെച്ചാൽ നമ്മൾ ഈ എപ്പോഴും തൈറോയിഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 70% വരെ ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിന്റെ പ്രധാന കാര്യം അവരുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസിന്റെ ചേഞ്ച് വരുക. ഇപ്പൊ ഒരു പെണ്ണ് ജനിച്ചു, അവരുടെ ശരീരത്തിൽ കുറെ പുതിയ മാറ്റങ്ങൾ സംഭവിക്കും. ആർത്തവത്തിന്റെ മാറ്റങ്ങളൊക്കെ വരും. അതിനുശേഷം ഒരു കൊച്ചുണ്ടാകും. അപ്പൊ ആ സമയത്തൊക്കെ ടോട്ടൽ ബോഡിയിൽ മെറ്റബോളിസത്തിന്റെ മാറ്റവും പുതിയ സെൽസുകൾ മാറി മാറി. പക്ഷെ ഇതെല്ലാം ഒരു സംഭവം പോലും ഒരു ആണിന്റെ ശരീരത്തിൽ സംഭവിക്കാറില്ല. പക്ഷെ ഇവിടെ നമുക്ക് എപ്പോഴും ചേഞ്ച് ആണ്. ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായ്മ, ശരിക്കും ഉറങ്ങാതെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് രീതികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് സ്ത്രീകൾ. അവർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് സ്ത്രീകളിൽ നിന്ന് കാണുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മളാണ് നമ്മുടെ ശരീരം നോക്കുന്നത് നമ്മുടെ കടമയായിട്ടാണ്. ഇപ്പോ നമ്മുടെ വീട്ടിലെ അമ്മമാര് ചേച്ചിമാരൊക്കെ എപ്പോഴും എന്താണെന്നറിയാം, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം എല്ലാവരും ശ്രദ്ധിക്കും. ഇപ്പോ ചേട്ടനൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അയ്യോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ചെയ്തു കൊടുക്കും. മക്കൾക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും. അപ്പൊ നമ്മൾ മറ്റുള്ളവരൊക്കെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ സ്വന്തം ശരീരം നോക്കാനായിട്ട് ഒരിക്കലും അവർ തയ്യാറാകില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം കൂടിക്കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിനെ നമ്മൾ പ്രധാനമായിട്ടും നോക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. അപ്പോ ഈ ആയുർ DG മിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരമായിട്ട്, അതായത് തൈറോയിഡ് ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുള്ള എല്ലാ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ നമുക്ക് സൗണ്ടിന്റെ പ്രശ്നങ്ങൾ, ത്രോട്ട്, നമുക്കിപ്പോ നന്നായിട്ട് പാടുന്ന ഒരാൾക്ക് ത്രോട്ടിന്റെ കംപ്ലൈന്റ് ആണ്, നമുക്ക് പാടാൻ പറ്റണില്ല, ഇല്ലെങ്കിൽ ശരിക്കും നമ്മൾ സംസാരിച്ചിട്ടോ ഒരു പ്രോഗ്രാമിൽ സംസാരിച്ചിട്ടോ ഇല്ല, സാധാരണയായിട്ട് നമുക്ക് ത്രോട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോറിയാസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കണക്ടിവിറ്റി ഇവിടെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നം, സോറിയാസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമുള്ളവർക്ക് ഈ നമ്മുടെ ആയുർ GD മിക്സ് അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഗർഭപാത്രം റിമൂവ് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് അതൊരു ഗുണം ഇതിനകത്ത് ഉണ്ടാകില്ല. അപ്പൊ അത് നമ്മൾ കൺസൾട്ടിങ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം നമ്മൾ ഓൾറെഡി നമ്മുടെ ആയുർ യൂട്യൂബിനുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ തൈറോയിഡ് ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലുള്ളവരാണെങ്കിൽ ആദ്യമായിട്ട് ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ഒന്ന് നിങ്ങൾ ആയുർ യൂട്യൂൺ എടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തൈറോയിഡിന്റെ ഈ ആയുർ DG മിക്സ് എടുക്കണം. അപ്പൊ ഈ DG മിക്സ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു 99% തന്നെ നമുക്ക് ഈ പീരീഡ്സിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സൊല്യൂഷൻ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് പ്രശ്നത്തിന്റെ തുടക്കമായിട്ടാണ് ഈ തൈറോയിഡ് നിൽക്കുന്നത്. അപ്പൊ ആദ്യം അതിന് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കണ്ടാൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. അപ്പോ ഈ പ്രശ്നത്തിൽ ഇരുന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. രാവിലെ ഭക്ഷണത്തിന്റെ മുമ്പ് യൂസ് ചെയ്യാം, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു നോർമൽ ആയിട്ട് ഒരു തൈറോയിഡ് ഒരു നോർമൽ പ്രശ്നത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി മാത്രം ഒരു 10 ഗ്രാം നിങ്ങൾ വെള്ളത്തിൽ കലക്കിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് എന്തെങ്കിലും കുടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീർ ചേർത്ത്, അതിനകത്ത് നാരങ്ങയുടെ ഒരു നാരങ്ങ നീർ ചേർത്ത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ തേന് ചേർത്ത് നിങ്ങൾ യൂസ് ചെയ്യാം. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളിപ്പോ രാത്രി ആണെങ്കിൽ നിങ്ങൾ തൈറോയിഡ് ഈ ആയുർ DG മിക്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഒരു 10 ഗ്രാം പൊടിയിട്ട് ശരിക്കും കലക്കി വെക്കുക. അത് വൈകുന്നേരം ആകുമ്പോൾ കുടിക്കാം. സ്പോട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, കലക്കി കുടിക്കാൻ പറ്റും. അങ്ങനെയുള്ള വെച്ചാൽ ഇത് നമുക്ക് ഈ ഒരു ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലർക്ക് ഛർദ്ദിക്കാനുള്ള പ്രശ്നം, ശരീരത്തിൽ ഇത് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ
ഒരു ബോഡിയിൽ ഒരു വോമിറ്റിംഗ് ചെയ്യേണ്ട ആ ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ ആ ഒരു സിംറ്റംസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനാണ്. അതിന്റെ അളവ് നിങ്ങൾക്ക് കുറച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ആയുർ GD മിക്സിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു വേറെ ഒരു ഓർഗൻസിനുള്ള പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മേടിക്കുന്ന പ്രൊഡക്റ്റുകളിനകത്ത് കൃത്യമായിട്ട് എല്ലാത്തിനും അതിന്റെ യൂസ് ചെയ്യണ മുൻപ് തന്നെ നമ്മൾ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആയുർ GD മിക്സ് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി അതിന്റെ ഒപ്പം തന്നെ ഒരു ടെസ്റ്റിമോണിയൽ റിപ്പോർട്ട് നിങ്ങൾ അതിന്റെ ഒപ്പം ഒരു ഗ്രീൻ പേപ്പർ പോലത്തെ അതിൻ്റെ അകത്ത് ഒരു ലെറ്റർസ് ഉണ്ടാകും. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്ന മുമ്പ് എൻ്റെ ബ്ലഡിന്റെ റിപ്പോർട്ട് ഇതാണ്, ഞാൻ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവരോട് പറയണം, നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക, ബ്ലഡ് ടെസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് യൂസ് ചെയ്യുക. എന്നെങ്കിലേ നമ്മൾ 1 മാസം 2 മാസം ഇത് ഓരോരുത്തരുടെ ബോഡിയിനനുസരിച്ച് ഇപ്പൊ എത്ര മാസം നമുക്ക് യൂസ് ചെയ്താൽ മാറും എന്ന് നമുക്ക് ഒരു കണക്ക് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. ഇത് പൂർണ്ണമായിട്ട് മാറിയിട്ടാണെങ്കിലും നമ്മൾ ഒരു 1 മാസം 2 മാസം നമുക്കത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്താൽ നമ്മൾ കോമൺ ആയിട്ട് മാറും. അല്ല ഇത് മരണം വരെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യവും ഇല്ല. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അനുസരിച്ച് ചിലർക്ക് ഒരു 3 മാസം കൊണ്ട് മാറാം, ചിലർക്ക് 6 മാസം കൊണ്ട് മാറാം. അപ്പൊ അങ്ങനെ അവരുടെ ഓർഗൻസിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ചേഞ്ചിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റും. അതുപോലെ തന്നെ ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമുള്ളവർ ഭക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാബേജ്, കാളിഫ്ലവർ അങ്ങനെയുള്ള അതുപോലെ തന്നെ സോയാബീൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല, അത് എടുക്കാതെ നോക്കുക, കൂടുതലായിട്ട് എടുക്കാതെ നോക്കുക. ഇപ്പൊ ആഴ്ചയിൽ 1 or 2 ഇപ്പൊ കാബേജ് ഭയങ്കര താല്പര്യമുള്ളതാണ്, ചിലപ്പോ അയ്യോ എനിക്ക് തൈറോയിഡ് വന്നിട്ട് ഇനി കഴിക്കാനേ പറ്റില്ലല്ലോ, ഇനി അത് തൊടാനേ പറ്റില്ല, അങ്ങനെയൊന്നല്ല. ഇത് ജസ്റ്റ് നമുക്ക് 1 or 2 യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് മാത്രം തീറ്റയായിട്ട് നമ്മൾ അത് മാത്രം ഭക്ഷണമായിട്ട് നമുക്ക് ഒരിക്കലും അത് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മളിപ്പോ നമ്മുടെ ശരീരം എന്ന് പറയുന്ന സാധനം ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റുന്നതല്ല, അല്ലെ? നമ്മളൊരു 30 വയസ്സ് 40 വയസ്സാണെങ്കിൽ ഈ ഓർഗൻസ് വളർന്ന് ഡെവലപ്പ് ആകണത് ഇത്രയും വർഷങ്ങളാണ്. ഒരു ജനിക്കുന്ന ഒരു കുഞ്ഞു കൊച്ച് അതിനകത്ത് ഓരോരോ കൊല്ലങ്ങൾ കഴിയുമ്പോഴാണ് അതിന്റെ മാറ്റത്തിൽ ചേഞ്ച് വരുന്നത്. അപ്പോ ഈ ചേഞ്ചുകൾ വരുമ്പോഴേ നമ്മൾ ആരോഗ്യമായിട്ടുള്ള ചേഞ്ച് ആയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ലൈഫ് കൂടിക്കൊണ്ടേ പോകും. പക്ഷെ നമ്മൾ ആഹാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഒന്നിലെ ഈ പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ ജീൻ തൊട്ടും ഉണ്ടാകാം. പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ അമ്മയ്ക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ അച്ഛനക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് തൈറോയിഡ് ഉണ്ടാകും. പക്ഷെ മസ്റ്റായിട്ട് ഉണ്ടാകും എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കൃത്യമായിട്ടുള്ള ഫുഡുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ ഒരു തൈറോയിഡിന്റെ പ്രശ്നത്തിനെ നമുക്ക് മാറ്റി നമ്മുടെ ഗുളികകളില്ലാതെ നമ്മൾ ഗുളിക കഴിക്കുക ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാതെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ പറ്റാത്ത ഒരു കാര്യം ഇല്ല. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള അച്ഛനക്കോ അമ്മയ്ക്കോ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്കത് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ ഭക്ഷ്യക്രമികളും അതുപോലെ കൃത്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റും അതുപോലെ കൃത്യമായിട്ടുള്ള ഈ നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകളെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ എല്ലാവർക്കും ആരോഗ്യമായിട്ട്, അല്ലെ? മനസ്സായുസ് എന്ന് പറയുന്നത്, നമുക്ക് മരണം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും മാറ്റിയെഴുതാൻ പറ്റത്തില്ല, അത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാണ്. പക്ഷെ ആ മരണം വരെ നമുക്ക് ഒരു അസുഖമില്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഗുളിക പോലും എടുക്കാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു രീതി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോ എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോ ഇത്രയും നേരം എന്നെ ശ്രമിച്ച് നിങ്ങൾ എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം നിർത്തുകയാണ്. താങ്ക് യു.